ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ധൈര്യമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രാമകളാണ് ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി ഏത് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഞാനൊരു നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയുടെ കമന്റ് കണ്ടത് കേട്ടോ. ചേച്ചി കിസ്സിങ് സീനൊക്കെ കുറവുള്ള ഒരു ബെസ്റ്റ് ഡ്രാമകൾ സജസ്റ്റ് ചെയ്യൂ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നല്ല റൊമാൻസും അതേപോലെ തന്നെ നല്ല സ്റ്റോറി ലൈൻസും ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ധൈര്യമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് സേവ് മീ. 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ സേവ് മീ. ഇതിലുണ്ടല്ലോ ഈ കഥയിലെ സ്റ്റോറി എന്താന്ന് വെച്ചാല് ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവിടെ ആ ഒരു വില്ലേജിൽ കുറച്ച് മതഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരുടെ മുന്നില് ആ ഒരു ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു കുട്ടി പെടുകയാണ്. അവിടെ നിന്ന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല. പക്ഷെ അവളെ രക്ഷിക്കുന്നത് ആ ഒരു വില്ലേജിലുള്ള 4 ചെറുപ്പക്കാരാണ് കേട്ടോ. അപ്പൊ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അവള് രക്ഷപ്പെടുവോ അല്ലെങ്കിൽ പിന്നീട് ഇവളുടെ ലൈഫ് എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഓരോ എപ്പിസോഡും നല്ലൊരു ത്രില്ലിങ്ങോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ചെറിയ പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത് സിയോയേജി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇറ്റ്സ് ഓക്കെ നോട്ട് ബി ഓക്കെ എന്നൊക്കെ പറയുന്ന ഡ്രാമയൊക്കെ ഉണ്ടല്ലോ. ആ ഡ്രാമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആക്ട്രസ് ആണ് ഈ ഡ്രാമയിൽ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലുണ്ടല്ലോ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഓക്കെ ടേഹ്യു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും അതേപോലെ തന്നെ വൂഡാഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരാണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഇവരാണ് ഈ ഒരു കഥ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോറി ലൈൻ ആണ് ഈ ഒരു ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഡ്രാമ കണ്ടപ്പോൾ ഒറ്റയടിക്ക് ഞാൻ കണ്ടു തീർത്തിട്ടുള്ള ഒരു ഡ്രാമയാണ്. കാരണം അടുത്ത എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ ഒരു ഡ്രാമ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ടൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, സേവ് മീ. ആ സേവ് മീ എന്ന് പറയുന്നത് ആ ഒരു ഫീമെയിൽ ലീഡാണ്. അവൾ തന്നെയാണ് പറയുന്നത് എന്നെ രക്ഷിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ജേണിയാണ് ഈ ഒരു ഡ്രാമയിൽ പോകുന്നത് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള മിസ്റ്റർ സൺഷൈൻ. ഈ ഡ്രാമ ഉണ്ടല്ലോ നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് റൊമാൻറ്റിക്കൽ ഡ്രാമയാണ് മിസ്റ്റർ സൺഷൈൻ. ഇതിൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മിലിറ്ററി സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊറിയൻ മെന്നിന്റെ സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഈ കൊറിയൻ മെൻ എന്ന് പറയുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ കൊറിയയിൽ ജനിച്ചു വളർന്ന ആളാണ്. വലുതായതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് കൊറിയയിലോട്ട് തിരിച്ചെത്തുന്നത് കേട്ടോ. അപ്പൊ അവിടുന്ന് മുതലുള്ള ഒരു സ്റ്റോറിയാണ് മിസ്റ്റർ സൺഷൈനിൽ പറയുന്നത്. ശേഷം അദ്ദേഹം അവിടുത്തെ കൊറിയയിലെ വലിയൊരു റിച്ച് ഫാമിലിയിൽ ഒരു മകളെ മീറ്റ് ആക്കുകയും അവളുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് മിസ്റ്റർ സൺഷൈനിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 24 എപ്പിസോഡ്സ് ആണുള്ളത്. ഈ ഒരു സ്റ്റോറിയിൽ 1871 കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അതൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കൊറിയക്കാർക്ക് ഇത് വളരെയധികം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവരുടെ ആ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ ആണല്ലോ ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അവരുടെ ആ ഒരു സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ഇവരുടെ ആ ഒരു റൊമാൻസ് ആയിക്കോട്ടെ, ആ ഒരു നടന്റെ ആക്ടിങ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതില് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ബ്യോൺ ഹൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം തേരി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. കിം തേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും 25-21 എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടല്ലോ. ആ ഡ്രാമയിൽ ഫീമെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഈ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവരുടെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ഇവര് തമ്മിലുള്ള ആ ഒരു റൊമാൻസ് ഒക്കെ കാണാൻ ഒരു വെറൈറ്റി റൊമാൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലിയുടെ കൂടെ തന്നെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയാണ് കേട്ടോ മിസ്റ്റർ സൺഷൈൻ. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള ഗോസ്റ്റ് ഡിറ്റക്റ്റീവ്. ഇത് നല്ലൊരു ത്രില്ലർ ആൻഡ് മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ഗോസ്റ്റ് ഡിറ്റക്റ്റീവ്. ഇതിൽ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഗോസ്റ്റുകളെ പിടിക്കുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നടീനെ ഇതിൽ മീറ്റ് ആക്കുന്നത്. അവൾക്കാണെങ്കിൽ ഗോസ്റ്റുകളെ കാണാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. സോ ഇവര് തമ്മിൽ ടീമപ്പ് ആയിട്ട് പിന്നീട് കേസുകളെ തെളിയിക്കുന്ന ഒരു കഥയാണ് ഈ
ഈ സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൊറർ ഡ്രാമയാണല്ലോ, അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ എനിക്കിതും വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ് ഗോസ്റ്റ് ഡിറ്റക്റ്റീവ്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചോയ് ഡാനിയൽ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും പാക് യോംബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഫോർത്ത് ഡ്രാമയാണ് ലിറ്റിൽ വുമൺ. 2020 റിലീസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ലിറ്റിൽ വുമൺ. ഈ ഡ്രാമയിലുണ്ടല്ലോ 3 സിസ്റ്റേഴ്സിന്റെ, അതായത് പാവപ്പെട്ട 3 സിസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇവരുണ്ടല്ലോ, ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും മുന്നിലെത്തുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക, അതിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. പിന്നീട് ഇവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിലും നല്ലൊരു മൈസ്റ്ററി ആയിട്ടുള്ള ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡ്രാമയിലുണ്ടല്ലോ ആ ഒരു 3 സിസ്റ്റേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത് കിം ഗോവൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും, ഈ ആക്ട്രസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഗോബ്ലിൻ ഉണ്ടല്ലോ, ഗോബ്ലിനിലെ ഫീമെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഇതിലെ മെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഈ ഒരു ആക്ട്രസിന്റെ സിസ്റ്റേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ആം ജി ഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും പാക് ജി ഹുൺ എന്ന് പറയുന്ന മറ്റൊരു ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവര് തമ്മിലുള്ള സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫീമെയിൽസിന്റെ സൈഡാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. കാരണം ഒരു സിസ്റ്റർ തന്റെ 2 സിസ്റ്റേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുക, അവരെ എങ്ങനെയെങ്കിലും ലൈഫിൽ മുന്നോട്ട് എത്തിക്കുക എന്നൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഥയാണ് കേട്ടോ ഈ ഡ്രാമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ദ അൺകാനി കൗണ്ടർ. 2020 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഹൊറർ ഡ്രാമയാണ് ദ അൺകാനി കൗണ്ടർ. ഇതിൽ 2 സീസൺസ് ആണ് കേട്ടോ ഉള്ളത്. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നൂഡിൽസ് ഷോപ്പ് നടത്തുന്ന കുറച്ച് ഓണേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, സൈഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈവിൾ സ്പിരിറ്റുകൾ, അതായത് നോർമൽ ആൾക്കാർക്ക് ഭീഷണിയാവുന്ന ഈവിൾ സ്പിരിറ്റുകളെ പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ടീമോട് കൂടിയിട്ട് ഓരോ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ഓരോ ഗോസ്റ്റുകളൊക്കെ പിടിക്കുന്നത് കാണാൻ തന്നെ ഇതിൽ ഭയങ്കര രസമാണ്. കൂടാതെ ഇത് നല്ലൊരു ത്രില്ലറാണ് കേട്ടോ. അപ്പൊ ഓരോ എപ്പിസോഡ്സും നമുക്ക് അറിയത്തില്ല പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാണ്ട് നമ്മൾ ക്യൂരിയോസിറ്റിയിലായിരിക്കും ഓരോ എപ്പിസോഡ്സും നമ്മൾ കണ്ടു തീർക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇതും നിങ്ങൾക്ക് ഫാമിലിയുടെ ഒപ്പം തന്നെ ധൈര്യമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ദ അൺകാനി കൗണ്ടർ. 2020 ഫസ്റ്റ് സീസൺ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. 2023 സെക്കൻഡ് സീസൺ റിലീസ് ആയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് 2 സീസൺസും കാണാനായിട്ട് ഭയങ്കര രസമാണ്. എന്തായാലും ഡ്രാമ ഒന്ന് മറക്കാണ്ട് കണ്ടോളൂ കേട്ടോ. ഇതില് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് പേരുണ്ട്, പക്ഷെ എന്നാലും ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സേ ജൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സ്കൂൾ 2017, അതുപോലെ തന്നെ ബിസിനസ് പ്രൊപ്പോസൽ, ഈ ഡ്രാമകളൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് അഭിനയിക്കുന്നത്. മെയിൽ ലീഡായിട്ട് അഭിനയിക്കുന്നത് ജോ ബ്യോങ് ക്യോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇതിൽ റൊമാൻസിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇവർ ടീമോട് കൂടിയിട്ട് ഓരോ ഗോസ്റ്റുകളൊക്കെ പിടിക്കുന്ന ഒരു കഥയാണ് ഈ ഡ്രാമയിൽ മൊത്തത്തിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ആ ഒരു ബോണ്ടിങ്, ഇവരുടെയൊക്കെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാൻ തന്നെ ഇതിൽ ഭയങ്കര രസമാണ്. അപ്പൊ മറക്കാണ്ട് ഈ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു കിസ്സിങ് സീനും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലിയോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.